ഹലോ ഹായ് എല്ലാ മുത്തുമണികൾക്കും എൻ്റെ കുട്ടി വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ കുറച്ച് വിശേഷാട്ടോ. രാവിലെ എണീറ്റു. നമ്മൾ ദോശ ചുടുകട്ടോ. നൗഷുക്കാക്ക് കൊണ്ടുപോകണം. അപ്പോൾ നൗഷുക്ക് ഒരു 7 മണിയാകുമ്പോഴത്തേക്ക് പോകും കേട്ടോ. അപ്പോൾ ദോശ ചുടുകയാണേ. ഇതാട്ടോ നമ്മുടെ പുറത്തുള്ള സ്ഥിതി. ഇത് നമ്മുടെ മുൻവശമല്ല കേട്ടോ, ഇത് ബേക്ക് വശമാണ്. നല്ല മഞ്ഞൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഈ കിളികളെ ശബ്ദമൊക്കെ കേൾക്കാൻ നല്ല രസമല്ലേ രാവിലെ. മനസ്സിനൊക്കെ നല്ലൊരു സന്തോഷം സമാധാനമൊക്കെ ഉണ്ടാവില്ലേ. അങ്ങനെ നമ്മൾ കറിയാക്കിയിരുന്ന് മത്തന് വെറുതെ താളിച്ചതാട്ടോ. നൗഷുക്കാക്ക് മത്തൻ താളിപ്പ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇതാട്ടോ നമ്മൾ അടുക്കളേൻ്റെ വാതിലൊക്കെ മൊത്തം എഴുതി വെച്ചിട്ടാണ്. പിന്നെ ഞാൻ നൗഷുക്കാക്ക് ഇതാ ടിഫിനിലാക്കി കേട്ടോ. അങ്ങനെ ഭയങ്കര തണുപ്പ്, പിന്നെ സൗണ്ട് വ്യത്യാസം, ചുമ എല്ലാം ഉള്ളതുകൊണ്ട് നല്ലൊരു കാപ്പി വെച്ചിട്ട് പുറത്ത് പോയിരുന്ന് കുടിക്കുക കേട്ടോ. നല്ല മഞ്ഞും ഉണ്ട് കേട്ടോ. അപ്പം ഈ തണുപ്പിന് നല്ല ചൂട് കാപ്പി കുടിക്കുമ്പോൾ ഒരു സുഖം. പിന്നെ സൗണ്ട് റെഡി ആയിട്ടില്ല കേട്ടോ. അപ്പം നിങ്ങൾ കരുതും ഇവക്ക് സൗണ്ടൊക്കെ ശരിയായിട്ട് വീഡിയോ ഇട്ടാൽ പോരെയെന്ന്. സൗണ്ട് ശരിയാവുന്നത് വരെ വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ടൈം കടന്നു പോകട്ടോ. പിന്നെ ഇതാ നൗഷുക്ക പണിക്ക് പോകാൻ ഇറങ്ങിട്ടോ. നല്ല മഞ്ഞാട്ടോ. നൗഷുക്ക പോകുന്നത് ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തതാണ്. നമ്മൾ വയലിൽ നിന്ന് കുറച്ചും കൂടി കയറണം റോട്ടിലോട്ട്. ഇപ്പോൾ പിന്നെ മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് ചെളിയൊന്നും ഇല്ല കേട്ടോ. അതാ നൗഷുക്ക പോവുകയാണ്. എനിക്ക് അവിടെ നിന്ന് ടാറ്റയൊക്കെ തന്നിട്ടാട്ടോ പോകുന്നത്. അങ്ങനെ നൗഷുക്ക പോയി കേട്ടോ. പിന്നെ ഇനി ലച്ചു നല്ല ഉറക്കമാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ, ലച്ചു നല്ല ഉറക്കമാണ്. പാച്ച തറവാട്ടിലാണ്. അപ്പോൾ മുത്തുമണിയാളെ ലച്ചു നല്ല ഉറക്കമാണ് കേട്ടോ. എണീറ്റിട്ടില്ല. പിന്നെ നല്ല തണുപ്പുമാണല്ലോ പുറത്ത്. ഞാൻ കാണിച്ചു തന്നില്ല, നല്ല മഞ്ഞുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ഓളപ്പം ഞാനും ഒന്ന് കിടക്കട്ടെ. മദ്രസ സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ചധികം നേരം നമുക്ക് ഉറങ്ങാൻ പറ്റുന്നൊരു ടൈം കേട്ടോ ഇത്. അത് വിചാരിച്ച് എന്തായാലും പിന്നെ അതൊക്കെ അവർ നേരത്തെ എണീറ്റു കേട്ടോ. മദർസ ഇല്ലാത്തതുകൊണ്ട് നേരത്തെ എണീറ്റു കേട്ടോ. അല്ലെങ്കിൽ മദർസ ഉള്ള ദിവസം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ കുറച്ച് നേരമെങ്കിലും ഒന്ന് കിടക്കട്ടെ. ഇപ്പോൾ 7 മണി ആയിട്ടില്ല കേട്ടോ. അതിന് മുന്നേ നൗഷുക്ക പോയി. പോകുന്ന കാണുമ്പോൾ പാവമൊക്കെ തോന്നി കേട്ടോ. അത്രയും തണുപ്പത്ത് പോവുകയാണെ. പിന്നെ കൊടകിലോട്ടാണ് പോകുന്നത്. ബൈക്കിൽ പോകുമ്പോൾ നല്ല കാറ്റും തണുപ്പൊക്കെ ഉണ്ടാവും. പിന്നെ കോട്ടൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ, എന്നാലും തണുപ്പുണ്ടാവും കേട്ടോ. പിന്നെ നൗഷുക്ക പോയി. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഒന്ന് കിടക്കട്ടെ. എണീറ്റിട്ട് കാണാം. ചിലപ്പോൾ പെട്ടെന്ന് എണീക്കേണ്ടി വരും, ചിലപ്പോൾ കുറച്ച് നേരമെങ്കിലും ഉറങ്ങാൻ പറ്റൂട്ടോ. എല്ലാം ലച്ചുവിൻ്റെ കയ്യിലാണ്. ലച്ചു എപ്പോൾ എണീക്കുന്നത് അപ്പം ഞാൻ എണീക്കേണ്ടി വരും. അപ്പോൾ ഓക്കെ, എണീറ്റിട്ട് കാണാം. അപ്പം ഞാൻ കിടന്നിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ഇടം എണീറ്റിട്ടുണ്ടേ. ഗുഡ് മോർണിംഗ് എവരിവൺ. അപ്പം ലച്ചുട്ടി പറഞ്ഞത് ഗുഡ് മോർണിംഗ് എവരിവൺ, ഐ ആം ദിയാനോറിൻ കേട്ടോ. അങ്ങനെ എന്താ കുറച്ച് നേരം അവളപ്പം ഇങ്ങനെ ഇരുന്ന് കളിച്ചു. പെട്ടെന്നൊന്നും ബെഡുമെന്ന് പൊന്തൂല കേട്ടോ ലച്ചു. എന്താ ഞാനും അങ്ങനെ തന്നെയായിരുന്നു. ഇപ്പം മക്കളൊക്കെ ആയപ്പം ബാധ്യതകളൊക്കെ ആയപ്പം നേരത്തെ എണീക്കേണ്ടൊക്കെ വന്നു കേട്ടോ. ഭയങ്കര മടിയുള്ള കൂട്ടത്തിലാണ് ഞാനും എണീക്കാൻ. നല്ല ഉറക്കിൻ്റെ ആളാട്ടോ ഞാനും. അത് തന്നെയാണ് ലച്ചു. പക്ഷെ അത് സ്കൂളും മദർസും ഉള്ള ദിവസം മാത്രം കേട്ടോ ലച്ചും പാച്ചൊക്കെ ഒരുപാട് നേരം ഉറങ്ങുള്ളൂ, വിളിച്ചാൽ എണീക്കാതെ. അല്ലാത്തപ്പോഴൊക്കെ അവർ നേരത്തെ എണീക്കും കേട്ടോ, നമ്മൾ ഉറങ്ങാൻ സമ്മതിക്കാണ്ട്. പിന്നെ എപ്പോഴും ഉള്ളതാട്ടോ, എണീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്ന് നിൽക്കൂട്ടോ വെയിലത്ത് ഇങ്ങനെ വന്ന് നിന്നിട്ട് പല ഓരോന്നോരോന്ന് കാണിക്കും കേട്ടോ. ഇന്നിപ്പോൾ മുടി കെട്ടുന്നതാണ് കാണിച്ചത്. മുടിക്കുറുക്കില്ലാണ്ട് എങ്ങനെ മുടി കെട്ടാന്നാട്ടോ ഇന്ന് കാണിച്ചത് കേട്ടോ. ഞാൻ ഉറങ്ങാൻ കടന്നപ്പോൾ തന്നെ ഈ പെണ്ണ് എണീറ്റ് അല്ലേ. നാളെ മദർസ് പോകുമ്പോ എണീക്കൂല. നിന്റെ ഉസ്താദ് ഇങ്ങനെ കാണും എപ്പോഴെപ്പോഴും പറയുന്നത്. അത് രാവിലെ എണീക്കുന്നോണ്ടാ. അത് സ്കൂള് തുറക്കുന്ന വരെ അത്ര നേരത്തെ ഉണ്ടാവൂല. എന്നാ ശരി, നമുക്ക് പല്ല് വെച്ചിട്ട് കാണാം.
ലച്ചു പല്ല് തേക്കുക കേട്ടോ വെയിലത്ത് വന്നിട്ട്. ഉണ്ട്. പിന്നെ എൻ്റെ സൗണ്ട് നല്ലൊരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ, അപ്പം എല്ലാവരും ക്ഷമിക്കണേ. ഇന്ന് തേച്ച് കഴിയോ? കാക്കണ്ട് മൂങ്ങണ്ട് എനിക്കറിയില്ല. കാക്കേനെ എപ്പോഴും കാണുന്നുണ്ടല്ലോ, മൂങ്ങനെ എന്നൊന്നും കാണൂലല്ലോ, ഒറ്റ ദിവസം അതാണ് മൂങ്ങ ഇല്ല പറയുന്നത്. അപ്പം ഇന്നത്തെ പണി നമുക്ക് ഇവിടുത്തെ പുല്ലൊക്കെ പറിക്കലാട്ടോ. ഞാൻ കുറേ പറിച്ച് കഴിഞ്ഞിട്ടാട്ടോ ഞാൻ വീഡിയോ എടുത്തത്. അപ്പോൾ ഇതാ പുല്ല് പറിക്കില്ല, അതാ കണ്ടില്ല, ഇത്രയും ഞാൻ പറിച്ചിട്ടതാണ്. പിന്നെ ആ സൈഡിലുണ്ട്, ഇതൊന്നും പിന്നെ നമുക്ക് കിട്ടൂല, അവിടെ എപ്പോഴും ചെളിയാട്ടോ, അപ്പോൾ നമുക്ക് കൊത്താനാവില്ല. അങ്ങനെ ഇതാ പുല്ലൊക്കെ കുറേ പറിച്ചു. ചെടീൻ്റെ സൈഡിൽ കൂടെ ഒക്കെ വളർന്ന പുല്ലുകളൊക്കെ പറിച്ചു കേട്ടോ. എന്നിട്ട് ഇതെല്ലാം ഒന്ന് അടിച്ചു വാരിയിട്ടിട്ടുണ്ട്, എല്ലാം ഒന്ന് അടിച്ചു വാരിയിട്ട് കേട്ടോ. ഇനിയിപ്പോൾ ആ കൂട്ടിയിട്ടത് നമ്മൾ വൈകുന്നേരം ഒന്ന് കത്തിക്കും. അതിൽ ഈ ഉണങ്ങിയ ചപ്പ് അങ്ങനത്തെ മാത്രമേ ഉള്ളൂ. പിന്നെ ഇതാട്ടോ ഞാൻ ഇത്രയേ ഉള്ളൂ നമുക്ക് ഈ ഒരു ഭാഗം. അത് ഞാൻ കുറച്ച് ചെടികൾ നട്ടുക, പിന്നെ നൗഷുക്ക ബട്ടർ, പിന്നെ ഒരു പേരക്ക തൈയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. പിന്നെ ഫോണിൽ ചാർജില്ല, ഇന്ന് കറണ്ട് പോകുന്നുള്ളത് അറിയില്ലായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇത്രയും നേരമായിട്ട് കറണ്ട് വന്നിട്ടില്ല, ഒരു 5% ഇട്ടുള്ളൂ ഫോണിൽ. പിന്നെ കുറച്ച് ഇവൾ കളിച്ചും തീർത്ത് കേട്ടോ. അപ്പോൾ നമുക്ക് കറണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞാനിനി വീഡിയോ കുറച്ചും കൂടി എടുക്കും, അല്ലെങ്കിൽ ഇത്ര തന്നെ ആയിട്ട് ഉണ്ടാവുള്ളൂ. പിന്നെ ഞാനിതാ നമ്മളെ മേശ ഇങ്ങോട്ടേക്ക് തിരിച്ചിട്ടിട്ടുണ്ട് കേട്ടോ, കണ്ടോ. ആദ്യം ഇങ്ങനെയായിരുന്നു, ഇപ്പുറത്തോട്ടായിരുന്നു, ഇപ്പം ഇങ്ങോട്ട് തിരിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓക്കെ, പിന്നെ കറണ്ട് വന്നാൽ എടുക്കും, അല്ലെങ്കിൽ എടുക്കൂല. അപ്പോൾ ഓക്കെ, ബൈ ബൈ. അത് കഴിഞ്ഞ് ഞാനും ലച്ചും ഉറങ്ങി കേട്ടോ. ഫോൺ ഓഫ് ആയതുകൊണ്ട് ഞാനും ലച്ചും കുറച്ച് നേരം ഫുഡൊക്കെ കഴിച്ചിട്ട് ഉറങ്ങിപ്പോയി കേട്ടോ. പിന്നെ എണീറ്റു ഇതാ തീ കത്തിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് കുളിക്കാനും പിന്നെ ചോറിന് വെള്ളം വെക്കാനും എല്ലാത്തിനും കൂടിയായിട്ട് തീ കത്തിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൽ വെള്ളം ഒഴിക്കണം, ഇതിൽ കുറച്ചേ വെള്ളമുള്ളൂ, ഇതിൽ വെള്ളം ഒഴിക്കണം. നമ്മൾ തീ കത്തിച്ചിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാരെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മേശ മാറ്റിയിട്ടെന്ന്, അപ്പോൾ അതിങ്ങനെ ആട്ടോ ഇട്ടത്. ഇത്രയും ദിവസം നമ്മൾ ഇങ്ങനെയായിരുന്നു, ഈ സൈഡിലോട്ടായിരുന്നു ഉണ്ടായത്. ഈ കബോർഡൊക്കെ തുറക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്, അങ്ങനത്തെ രീതിയിലായിരുന്നു ഉണ്ടായത്. ഈ ഭാഗം മാത്രമായിരുന്നു നമുക്ക് തുറക്കാൻ പറ്റുക, അപ്പുറത്തെ സൈഡ് തുറക്കാൻ പറ്റൂലായിരുന്നു. ഇപ്പം ഞാൻ ഇങ്ങനെ ഇട്ട് കേട്ടോ, അപ്പോൾ അവിടെ തുറക്കാൻ എന്തെങ്കിലുമൊക്കെ വെക്കാനൊക്കെ സുഖം കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇട്ടു. അങ്ങനെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഞാൻ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ്. അപ്പോൾ നിങ്ങൾ കരുതും എല്ലാം എന്തിനാണ് ഇടുന്നത്, ഇതൊക്കെ എന്തിനാണ് ഇടുന്നതെന്ന്. എൻ്റെ ഒരു ദിവസത്തിൽ ഉൾപ്പെട്ടതാണ് ഇതൊക്കെ കേട്ടോ, അതുകൊണ്ടാണ് എല്ലാം ഞാൻ ഇടുന്നത്. പിന്നെ ആദ്യമായിട്ടാണ് വീഡിയോ കാണണമെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഒരുപാട് ആഗ്രഹങ്ങളും പ്രതീക്ഷകളും വെച്ചിട്ട് തുടങ്ങിയതാണ് ഈ ചാനൽ. അങ്ങനെ ഇതാ വൈകുന്നേരം ആയപ്പോഴത്തേക്കും നൗഷുക്ക് എത്തി കേട്ടോ. നൗഷുക്ക് എത്തുമ്പോൾ സമയം 5:30 ആവും. അങ്ങനെ നൗഷുക്ക് അതാ കട്ട്ലേറ്റും ഉള്ളിവടയും കൊണ്ടുവന്നു കേട്ടോ. ഉള്ളിവട എന്ന് തന്നെ പറയാൻ പറ്റുമെന്നൊന്നും അറിയില്ല. കട്ട്ലേറ്റ് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഉള്ളിവട ഞാൻ കഴിച്ചു നോക്കിയില്ല. അപ്പോൾ എന്താ പാച്ചു ലച്ചും കഴിക്കുക കേട്ടോ. പിന്നെ പാച്ചു ഇന്നലെ തറവാട്ടിലായിട്ട് ഇപ്പോഴാട്ടോ അങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ അവന് ഞങ്ങൾ പറ്റിക്കായിരുന്നു കേട്ടോ. ഞങ്ങൾ ഐസ്ക്രീം വാങ്ങി, മന്തി വാങ്ങി, അത് വാങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അവന് പോയി നോക്കുക കേട്ടോ. അങ്ങനെ അതും വിശ്വസിച്ചിട്ട് തെറ്റി നിൽക്കുകയാണ് കേട്ടോ പാച്ചു. അങ്ങനെ പിണങ്ങി വണ്ടി എടുത്തിട്ട് പോകാൻ നിൽക്കുകയാണ്. അപ്പം ഞാൻ ഒന്ന് നെട്ടിച്ചിട്ട് അവിടെ നിർത്തിയതാണ് കേട്ടോ. എങ്ങോട്ട് പോകണ്ട, അവിടെ നിന്ന് കളിക്കുമെന്ന് പറഞ്ഞിട്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞു, അവന് ഓക്കെ ആയി കേട്ടോ. അങ്ങനെ നമ്മുടെ ലച്ചുവിൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തോർത്തും കൊണ്ട് ഇതാ ഓള് മഫ്ത ചുറ്റാണ്. പുതിയതായിട്ട് മുടി എങ്ങനെ അറിയാം ഉണക്കാനിട്ട് അതിങ്ങനെ
പകുതി മുടി ഇവിടെ മുടി ഫുള്ള് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചുട്ടി ഇങ്ങനെ ഇട്ടു. അപ്പൊ ഓക്കെ, ഇനി ലച്ചു മേക്കപ്പ് ഒന്നും ചെയ്യണ്ട രാത്രി. ഇനി ലച്ചിരുന്ന് പഠിക്കും. അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ട എല്ലാരും ലൈക്ക് ഒന്നും ചെയ്യണ്ട, അവിടെ തന്നെ എല്ലാരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഓക്കെ ഓക്കെ, ബൈ ബൈ പറയും. അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്നത്തെ പറഞ്ഞു ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ ബൈ ബൈ. കൂട്ടുകാരനായ ബൈ 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 ബൈ. അപ്പോൾ ഗൈസ്, വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ബൈ ബൈ.